ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മറ്റൊന്നുമല്ല, നമ്മുടെ സീസണൽ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു പരീക്ഷണം തന്നെയാണ്. നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്നതിനിടയിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ മാങ്ങ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പുളിപ്പൊക്കെ ഉള്ള മാങ്ങയാണ് കേട്ടോ. നിങ്ങൾക്ക് മാങ്ങ മുഴുവനായിട്ടും തന്നെ എടുക്കാം. ഞാൻ ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തതന്നേ ഉള്ളൂ. ഇനി ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിടുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായും തന്നെ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി 1 ടീസ്പൂൺ മുഴുവനായിട്ട് ഇട്ടിട്ടില്ല. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളകും കാശ്മീരി മുളകും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാകത്തിനായിട്ടുള്ള എരിവുണ്ടാവും. കൂടുതൽ എരിവ് വേണ്ടവർക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മാങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ചെറിയ പച്ചമുളകാണ് ഒന്ന് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു 2-3 വിസിൽ വരുന്നത് വരെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് ഇതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2-3 പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു തേങ്ങയുടെ പകുതി മുഴുവനായിട്ട് എടുത്തിട്ടില്ല, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ കൂട്ടി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചെടുത്ത സമയം കൊണ്ട് നമ്മുടെ മാങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 2-3 വിസിലൊന്ന് അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം വെള്ളത്തോടെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇത്ര വെള്ളം ആവശ്യമില്ല, കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി എന്തായാലും നല്ല തിക്കായിട്ട് തന്നെ കുറുകി കിട്ടും. കുറച്ച് ചാറ് പോലെ ഇരിക്കണം എന്നുള്ളവർക്ക് ഈ വെള്ളം വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പുളിക്ക് അനുസരിച്ചിട്ടുള്ള തൈര് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തേങ്ങയുടെ കൂട്ടിലൂടെ തന്നെ തൈര് 2-3 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങയുടെ കൂട്ടിലേക്ക് തൈര് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തേങ്ങ ഒഴിച്ചിട്ട് അങ്ങനെയും വെക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറി ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആ തേങ്ങയുടെ കൂട്ടും കൂടെ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങയും തേങ്ങയുടെ കൂട്ടൊക്കെ നന്നായി മിക്സ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി വയ്ക്കാൻ. വളരെ എളുപ്പമാണ്. ഇനി നമുക്കിതിലേക്കൊരു താളിപ്പും കൂടെ തയ്യാറാക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു നുള്ള് ഉലുവയും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. എല്ലാം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 2 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്ക് കുക്കർ മൂടി വയ്ക്കാം. ആ താളിപ്പിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്കൊന്ന് ഇറങ്ങി വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അങ്ങനെ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികളുമായിട്ട് ഇനിയും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.